സീറ്റുകൾ ഉറപ്പുവരുത്തണമെന്ന് വിദ്യാർത്ഥികളോട് അറിയിക്കുന്നു. പ്ലീസ് നോട്ട് ലെറ്റർ ജെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ എവരിവൺ, എല്ലാവരും ഫുള്ള് ഓക്കെ അല്ലേ? റിപ്ലൈയൊക്കെ വരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരു കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പക്ഷേ എൻ്റെ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഇതാക്കിയാണ് പറയില്ല, പക്ഷേ നമുക്കറിയാം നമ്മളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളാണ് അല്ലേ? നമ്മളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് എന്തും സൗജന്യമായിട്ട് കിട്ടാനും കുറച്ച് ക്യാഷിൻ്റെ ഒക്കെ ആവശ്യം, നമുക്കിപ്പോൾ ചെറിയ മുട്ടായിൻ്റെ ഒക്കെ വാങ്ങാനുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒരു ക്യാഷ് കയ്യിൽ കിട്ടലും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ പണം കിട്ടിയാൽ അതൊരു സന്തോഷമല്ലേ അല്ലേ? അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ എന്താവുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ് ആയിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ലാത്ത പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും നമുക്ക് എന്താവുന്നുണ്ട്, അവരിങ്ങനെ നൽകാൻ മുട്ടി നിൽക്കുകയാണ്. നമ്മളെന്താ ചെയ്താൽ മതി, കുറച്ചൊന്ന് പഠിച്ചു കൊടുത്താൽ മതി. പഠിച്ചാന്നുള്ള വലിയ പണിയാണോ? അത് നിങ്ങൾ പറയും, പഠിച്ചാന്നുള്ള വലിയ പണിയാണോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പണിയല്ലേ? നമ്മൾ ഈ ഒരു വിദ്യാർത്ഥി കാലം എന്ന് പറയുമ്പോൾ, നമ്മളെ സ്കൂൾ കാലം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ചെറിയ കളിയൊക്കെ വേണം. പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിക്കാണ്ട് പഠിച്ചാൽ തന്നെ നമുക്ക് കുറേ സ്കോളർഷിപ്പ് കിട്ടുമേ. അതാണ് ഇതിലെ മെയിൻ ക്വാളിറ്റി. ഞാനിപ്പോൾ ഇപ്പം അടുത്ത് കുറച്ചിങ്ങനെ കുട്ടികളെ നോക്കിയപ്പോൾ ഒരു ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നോക്കി, എന്താണ് മക്കളിപ്പോൾ നിങ്ങൾ ഇരുന്ന് പഠിച്ചത്? അതേ ബാച്ചിൽ അതേ ഒപ്പമുള്ള കുട്ടികളെ തന്നെ എന്താവുന്നുണ്ട്, ഒരു വേറെ വിഷയങ്ങൾ നോക്കുന്നുണ്ട്. എന്താണ് മക്കൾ നിങ്ങൾ മാത്രം ഇങ്ങനെ ഇരുന്ന് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു, ഞങ്ങൾക്ക് NMMSൻ്റെ എക്സാം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ 8, 9, 10 കഴിഞ്ഞു. പക്ഷേ ഈ എക്സാമിൻ്റെ പേര് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി, എന്താണ് ഈ NMMSൻ്റെ എക്സാം? അപ്പോൾ ഒരു പറഞ്ഞുതരാണ്, NMMSൻ്റെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്സാം ആണല്ലോ. ഏകദേശം 2 പേപ്പർ ഉണ്ടാവും. ഈ 2 പേപ്പർ നമ്മൾ അടിപൊളി ആയിക്കാണ്ട് അവർ പറയുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. ഈ മാർക്കിന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാലുണ്ടല്ലോ, 8ാം ക്ലാസ് പഠിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പൈസ എത്ര അറിയോ നിങ്ങൾക്ക്? എത്രയെന്നറിയോ? 40,000 ഉറുപ്പ്യ. ഒരു ചെറിയ സംഖ്യ. ഇപ്പോൾ 40,000 ഉറുപ്പ്യൊക്കെ ഈ 8ാം ക്ലാസ് പഠിച്ചിട്ട് നമ്മൾ കിട്ടി നമ്മളെത്താ കാട്ടുക? പൈസ കിട്ടട്ടെന്നേ, അത് നമുക്ക് വരുമ്പോഴല്ലേ ആ പത്തിലൊക്കെ കാട്ടാം. അതുപോലെ തന്നെ ഇനി കഴിഞ്ഞപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല, എനിക്ക് 8ാം ക്ലാസ്സിൽ എത്താൻ 2-3 വർഷമുണ്ട്. ഈ ക്ലാസ് ഇപ്പോൾ കേൾക്കേണ്ടിയായിരുന്നു നിങ്ങൾക്ക് തോന്നണ്ടായിരിക്കലും? ആർക്കും അങ്ങനെ തോന്നണ്ട. എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ ഞാൻ എന്താവും നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുപോലെ മറ്റൊരു എക്സാമാണ് USS എക്സാം. ഈ എക്സാം നിങ്ങൾ കേട്ടുക്കണോ? ഈ USS എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന മറ്റൊരു എക്സാമാണ്. ഈ എക്സാം 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് വരുന്നത്. നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ എക്സാം വരുന്നത്. ഇതും കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ജനറൽ നോളജ് ഒക്കെ ഉള്ളൂ. നമ്മുടെ സ്കൂളത്തെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് വിഷയങ്ങളും അതുപോലെ തന്നെ കുറച്ച് ജനറൽ നോളജും കുറച്ച് PSൻ്റെ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് കിട്ടാത്ത പണി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ 7ലൊന്നും എത്തിയിട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, എനിക്കും വേണ്ട പൈസയൊക്കെ ഇന്നിപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എക്സാം ഉണ്ട്. ആ എക്സാമിൻ്റെ പേരാണ് LSS. ഇത് കേട്ടുകണാ? ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ വെറുതെ കുത്തിമറിഞ്ഞ് നടക്കുന്ന കാലത്ത് നമ്മുടെ ടീച്ചേഴ്സ് സ്കൂളിൽ ഇങ്ങനെ പറയലുണ്ട് LSSൻ്റെ എക്സാം വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാണ്ട് ഞാൻ കേട്ടിക്കണു. ചിലപ്പോൾ നിങ്ങളൊക്കെ പഠിച്ച് പൈസ വാങ്ങിയവരായിക്കാരും. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി 3ാം ക്ലാസ്സിലുണ്ടെങ്കിൽ ഓർക്കിപ്പോൾ ഇത് വലിയൊരു ഉപകാരമാവല്ലോ. ഏത് മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ 4ാം ക്ലാസ്സുകാർക്കുള്ള എക്സാമാണ് എന്ത്? LSS. ഇത് എഴുതിയാലെന്താവും, നമുക്ക് ആവശ്യത്തിന് പൈസ കിട്ടും. ഇവിടെ പൈസ കിട്ടലല്ല കേട്ടോ നമ്മുടെ ലക്ഷ്യമാവേണ്ടത്. പൈസ വേണം. സ്കോളർഷിപ്പുകളൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് വേണം. നമ്മുടെ വിദ്യാർത്ഥികളാണ്, അത് നമുക്ക് ആവശ്യത്തിനൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് കൊടുത്തുകൊണ്ട് ഒരു കറക്റ്റ് ഗൈഡ് ചെയ്താണ്ട് നമ്മളതിനെ നിയന്ത്രിക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചാത്തവർക്കൊന്നും ഒരു വില ഇല്ലാന്ന്. പണ്ടിരുന്ന് ഈ കൂലിപ്പണിക്കും അതുപോലെ തന്നെ വല്ല വയറിങ്ങിനും പ്ലംബിങ്ങിനൊക്കെ പോയാൽ ഒരു രസമുള്ള പരിപാടി അതായിരുന്നു. പണ്ടൊക്കെ എന്താ പറയല്, 8ാം ക്ലാസ്സാണ് ഓൺ 8ാം ക്ലാസ് പള്ളിക്കൂടത്ത് പോയാൽ ഓൻ ഗൾഫ് കയറിക്കോട്ടെ, അല്ലെങ്കിൽ ദുബായ് പോയിക്കോട്ടെ, അറബ് നാട്ടിൽ പോയിക്കോട്ടെ എന്നാണ് അന്ന് പറയല്. പക്ഷെ ഇന്ന് അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന്. ഗൾഫിക്ക് കയറണമെങ്കിൽ വരെ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഒരു പറഞ്ഞത്.
അറിയങ്ങൾക്ക് കാരണം വിദ്യാഭ്യാസപരമായിട്ട് ലോകം ഇങ്ങനെ ഉത്തംഗതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾക്ക് മഹദീൻ അക്കാദമി എന്ന് പറഞ്ഞ വലിയൊരു ക്യാമ്പസ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ, നിങ്ങൾ കേട്ടിക്കണേ? ആ ക്യാമ്പസിൽ ഒരുപാട് വലിയ വലിയ പ്രഗത്ഭരായിട്ട് അലുമിനികളൊക്കെ ഉണ്ട്. ഞാനിപ്പോഴത്തെ ഇങ്ങനെ അങ്ങോട്ട് ഒരു അഡ്മിഷൻ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടുന്ന് പറയാണ് അവിടെ എന്താ വേണം, അവിടുത്തെ ഏറ്റവും ലാസ്റ്റത്തെ 2 വർഷം പഠനത്തിന് കയറുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ 8 വർഷത്തെ ദീൻ്റെ പഠിച്ച സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഇപ്പം ഇതുപോലത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്താവണം, നമ്മുടെ ബേസിക് മുതൽ നമുക്കിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരണം. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാവിയിലൊരു പണി കിട്ടുള്ള ഗെയിമാരെ. നമുക്ക് ഇപ്പോൾ പണ്ടത്തെ മാതിരി വയറിങ്ങും പ്ലംബിംഗ് ഒക്കെ ചെയ്ത് നടന്നാൽ മതിയാ, അല്ലെങ്കിൽ ഗൾഫിക്ക് കയറിയാൽ മതിയാ. നമുക്ക് നല്ല അടിപൊളി പണി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സർക്കാരും നമ്മുടെ സർക്കാർ അല്ലാത്തവരൊക്കെ നമുക്ക് നൽകുന്ന ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊന്നും വലിയ സാമ്പത്തികമായിട്ടില്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനും നമ്മുടെ പഠന വിഷയങ്ങൾ മാറ്റാനൊക്കെ ഇതിലൂടെ മെയിനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ സ്കോളർഷിപ്പ് വിഷയങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാനിവിടെ കുറേ നേരം നിന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കേട്ട് ഇച്ചങ്ങായത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പം തോന്നുന്നുണ്ടാവും. എനിക്ക് അവസാനമായിക്കാണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നൊരു കാര്യമാണ്. വാൾട്ട് ഡിസ്നി എന്ന് പറഞ്ഞ വലിയ എഴുത്തുകാരുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ദി വേ ടു ഗെറ്റ് സ്റ്റാർട്ട് ഈസ് ടോക്കിംഗ് ആൻഡ് ബീയിങ് ഡൂയിങ്. സംസാരിക്കുക എന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ആരംഭിക്കാനുള്ള മാർഗം. നമുക്കറിയുന്ന ലോജിക്കാണ്, പക്ഷെ അദ്ദേഹം എന്തായി ഒന്ന് സൂപ്പറാക്കി പറഞ്ഞു എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്കോളർഷിപ്പ് എക്സാമുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കി കൊണ്ടെടുക്കണം. അപ്പം എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പം ഞാൻ പോവാണ്ട. എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടിങ്ങനെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് എൻ്റെ നമ്പർ 00000. അസ്സലാമു അലൈക്കും.